ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് അഡീനിയം പ്ലാന്റ് കണ്ടാലോ? എന്ത് ഭംഗിയാണ് കാണാൻ അല്ലേ? അഡീനിയം നല്ല പൂത്ത് നിൽക്കുന്ന അഡീനിയം പ്ലാന്റ്. അതും സിംഗിൾ പെറ്റലാണ്ടോ അത്. എന്നാലും നല്ല ഡബിൾ ഷെയ്ഡൊക്കെ ആയിട്ട് എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. അപ്പം ഈ അഡീനിയം പ്ലാന്റിന് നല്ല വെയിൽ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ എന്ന് നനച്ചിൽ പോലും ഇത് കുഴപ്പമില്ലാണ്ട് വളരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ബോഗെയിൻവില്ല പോലെ തന്നെ ഏതാണ്ട് ആ ഒരു കെയറിങ് ഒക്കെ മതി. പക്ഷേ ഇത് ഒന്ന് തൈ പിടിപ്പിച്ചെടുക്കാൻ കുറച്ച് പാടാണ്. ഇതിന് വിത്ത് ഇപ്പോൾ കണ്ടില്ലേ, ഇതിൽ വിത്തുണ്ട്. വിത്തിൽ നിന്ന് പിടിപ്പിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമാണ്. എന്നാലും തൈ പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് മണൽ വേണം പോട്ടി മിക്സ് ആയിട്ട്. മണലായിരിക്കും ബെസ്റ്റ് വിത്ത് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൊമ്പ് കണ്ടില്ലേ, ഇങ്ങനെ നിറയെ കൊമ്പുള്ള സമയത്ത് കൊമ്പ് മുറിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല പൂക്കളല്ലേ. ഇപ്പോൾ നമുക്ക് ഡബിൾ പെറ്റലൊക്കെ ഇഷ്ടംപോലെ നമുക്ക് നേഴ്സറിലൊക്കെ കിട്ടുന്ന ഇപ്പം ഇഷ്ടംപോലെ വെറൈറ്റി കളേഴ്സൊക്കെ അടിയന്തര അവൈലബിൾ ആണ്. പണ്ടൊക്കെ അധികം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിറയെ വെറൈറ്റി ബോഗെയിൻവില്ല പോലെ തന്നെ കുറേ കളേഴ്സ് അടിയന്തരം നമുക്ക് നേഴ്സറിലൊക്കെ കാണാൻ പറ്റും. അത് മാത്രമല്ല ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂ ഇങ്ങനെ നിറയെ ഉണ്ടാക്കുക എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. ഇതിന് വിത്ത് കണ്ടില്ലേ. അപ്പോൾ വിത്തിൽ നിറയെ സീഡ്സ് ഉണ്ട്. പക്ഷേ പിടിപ്പിക്കാൻ കുറച്ച് ഒരു കെയർ അത്യാവശ്യമാണ്. പക്ഷേ വൺസ് പിടിച്ചാൽ നമുക്ക് അധികം കെയർ വേണ്ട. ഇടയ്ക്കൊക്കെ DAP ഒന്ന് ഇട്ട് കൊടുത്താൽ അത്യാവശ്യം വളർന്ന ചെടിയാണെങ്കിൽ നമ്മൾ ഇടയ്ക്കൊരു ടോയ്സ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ മന്ത്ലി വൺസ് ഒക്കെ DAP കൊടുത്ത് നല്ലോണം പൂ ഉണ്ടാകും കേട്ടോ. DAP കൊടുത്തില്ലെങ്കിലും പൂ ഉണ്ടാവും. DAP കൊടുത്താൽ നല്ലോണം പൂക്കളുണ്ടാവും. റോസിനായാലും നമ്മൾ DAP കൊടുത്താലും പൂക്കളുണ്ടാവും, ഇല്ലെങ്കിലും ഉണ്ടാവും. പക്ഷേ ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന കുറച്ച് കുറവായിരിക്കും, നിങ്ങൾക്ക് അറിയാലോ. എന്നാലും എന്ത് ഭംഗി അത് കാണാൻ നോക്കി. നല്ല വെയിലുള്ള സ്ഥലത്ത് വയ്ക്കുക. പിന്നെ വെള്ളം എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചിൽ പോലും എനിക്ക് മനസ്സിലായത് കുഴപ്പമൊന്നുമില്ല. ഇത് ചീഞ്ഞ് കൂടുതൽ വെള്ളം ഒഴിച്ച് ചീഞ്ഞ് പോകും, നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. അപ്പം വലുതായി കഴിഞ്ഞാൽ പിന്നെ വലിയ കെയർ കൊടുത്തില്ല, നമുക്ക് എല്ലാ ദിവസവും വീട്ടിൽ നമുക്ക് നനയ്ക്കാൻ പറ്റില്ല, എങ്കിൽ പോലും കുഴപ്പമില്ല ഈ ഒരു പ്ലാന്റ്. നോക്കിക്ക് എന്ത് ഭംഗിയാണെന്ന്.